കോട്ടയത്തെ ആദ്യത്തെ ദേവാലയമാണിത്. ഈ ദേവാലയം പണി പൂർത്തിയാക്കിയിട്ട് 445 വർഷമാണ് ഇപ്പോൾ. ഇത് ഫുള്ളല്ലേ? നമ്മൾ രാവിലെ വന്ന് ഫസ്റ്റ് ഇറങ്ങിയത് ഇവിടെയാണ്. ഒരുപാട് ചരിത്ര സംഭവങ്ങളൊക്കെ നടന്നിട്ടുള്ള പള്ളിയാണ്. വെൽക്കം ബാക്ക് ടു അവർ ട്രാവൽ ഡയറി യൂട്യൂബ് ചാനൽ. അപ്പോൾ ഓൾ കേരള ട്രിപ്പിൻ്റെ 7ാമത്തെ ദിവസം പ്രഭാതത്തോട് അടുത്തിരിക്കുകയാണ്. ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്തുകൊണ്ടിരുന്നത് PW ഹൗസ് എന്ന് പറയുമ്പോൾ ആലപ്പുഴ ബീച്ച്. ഏറ്റവും നല്ലൊരു പ്ലേസാണ് ഞങ്ങൾക്ക് കിട്ടിയത്. കാരണം ഞങ്ങളുടെ PWD ഹൗസിൻ്റെ അപ്പുറത്തെ സൈഡ് ആലപ്പുഴ ബീച്ചാണ്, ഇപ്പുറത്തെ സൈഡ് അതിൻ്റെ തന്നെ ലൈറ്റ് ഹൗസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൻ്റെ ബീച്ചിൻ്റെ തൊട്ടടുത്താണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ വൈകിട്ട് ഇത് എൻജോയ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ആലപ്പുഴ ബീച്ചിലൊക്കെ പോയി. അപ്പോൾ കണ്ടൊരു പ്രത്യേകതയല്ലേ, ഭയങ്കര തിരക്കായിരുന്നു. ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഈ കടലൊക്കെ കയറി കിടക്കുകയാണ്, എങ്കിലും ഭയങ്കര തിരക്ക്. നമ്മളവിടുത്തെ പോലത്തെ ബീച്ച് പോലെയോ അവിടുത്തെ ഇതുപോലെയല്ല, ഇവിടെ ഏതാണ്ട് ഒത്തിരി ആളുകൾ നിറഞ്ഞ ആൾക്കാരായിരുന്നു, നിറച്ച ആൾക്കാരായിരുന്നു. സൺഡേയുടെ ആയതുകൊണ്ടായിരിക്കും, എങ്കിലും ഇത്രയും തിരക്ക് എങ്ങനെയാണ് ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. ഭയങ്കര തിരക്കായിരുന്നു, അത്രയ്ക്ക് നല്ല തിങ്ങിഞ്ഞിറങ്ങി ആ ഒരു രീതിക്കായിരുന്നു. നല്ലൊരു റിച്ച് ആയിട്ടുള്ള ഒരു ഹൗസ് നമുക്ക് കിട്ടിയല്ലേ, റിച്ച് ആയിട്ടുള്ള റൂമേ നമുക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ ഇനി അടുത്ത് ആലപ്പുഴ കഴിഞ്ഞു, ഇനി അടുത്ത് കോട്ടയം സൈഡിലേക്ക് പോകാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇനി കോട്ടയം കുറച്ച് സ്ഥലങ്ങളാണ് ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രാവിലെ നമുക്ക് യാത്ര തിരിക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് ആലപ്പുഴ PWD റൂം നമുക്ക് കിട്ടിയത്. അപ്പോൾ ഒരു പുതിയ ബിൽഡിംഗ് ആണ്. അപ്പോൾ ഈ സൈഡ് ബീച്ചാണ്, ഇത് നമുക്ക് റൂമായിരുന്നു. ഈ സൈഡ് അവിടെ കാണാം ലൈറ്റ് ഹൗസ്, ഇതുവഴി ട്രെയിനും പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു റൂമിലാണ്. പക്ഷേ രാവിലെ തന്നെ മഴയാണ്, നല്ല മഴ പെയ്തുകൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ രാവിലെ എല്ലാം റെഡിയായി വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് കോട്ടയം സൈഡിലോട്ട് പോകാൻ പോവുകയാണ്. മഴ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം. എന്താണ് അവസ്ഥയെന്ന് അറിഞ്ഞൂടാ, പോയി നോക്കാം. ഓൾ കേരള ട്രിപ്പിൻ്റെ ഇന്നത്തെ ദിവസം നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്യുന്നത് ആദി ബിൽഡേഴ്സാണ്. വളരെ വിശ്വസ്തയോടുകൂടി നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് കെട്ടിടങ്ങൾ നിർമ്മിക്കുവാനും അതുപോലെ തന്നെ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾ കെട്ടിപ്പടുക്കുവാനും നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സഹായിക്കുന്ന ഒരു ടീമാണ്. കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്മളിപ്പോൾ പോകുന്നത് കോട്ടയം ചെറിയ പള്ളി. ആലപ്പുഴ നമ്മൾ സ്റ്റേ ചെയ്ത റൂമിൻ്റെ അവിടെ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ ഉണ്ട്, കുറച്ച് ദൂരം ഓടാനുണ്ട്. കോട്ടയം ചെറിയ പള്ളി ആണ് ഫസ്റ്റ് സ്റ്റോപ്പായിട്ട് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇപ്പോൾ അന്തരീക്ഷം മഴയുണ്ട്, രാവിലെ തന്നെ മഴ പെയ്യുന്നുണ്ട്. കുറച്ച് ദൂരം നമുക്ക് ഓടാനുണ്ട്. ഓടി അവിടെ എത്തിയിട്ട് ബാക്കി വിവരങ്ങൾ കാണാം. ഓൾ കേരള ട്രിപ്പ് നമ്മളിങ്ങനെ പല ജില്ലകളിൽ പല സ്ഥലങ്ങളിൽ കൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് 50 കിലോമീറ്റർ സഞ്ചരിച്ച് നമ്മുടെ കോട്ടയം ചെറിയ പള്ളിയിലേക്കാണ് പോകുന്ന വഴിയിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടാണ് നമ്മൾ പോകുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എത്തിച്ചേരുക, പല വെറൈറ്റി കാഴ്ചകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി നമ്മൾ നടത്തുന്ന ഒരു ട്രിപ്പാണ്. ഞങ്ങളുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ യാത്രകളുടെ വീഡിയോസ് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് തണ്ണീർമുക്കം ബണ്ട് റോഡാണ്. അപ്പോൾ ഈ നിർമ്മിതി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് നീളത്തിലാണ് ഈ സംഭവം തണ്ണീർമുക്കം ബണ്ട് റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. അതിനുള്ള കാര്യം എന്ന് വെച്ചാൽ കുട്ടനാട്ടിലെ സമുദ്രനിരപ്പിനേക്കാൾ താഴെയുള്ള കൃഷിയിടങ്ങളിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയുന്നതിനായിട്ട് നിർമ്മിച്ച ബണ്ടാണ് ഈ തണ്ണീർമുക്കം ബണ്ട്. ഈ ബണ്ട് റോഡിൻ്റെ പണി നടക്കുന്നത് 1958 ആരംഭിച്ച് 1975 പൂർത്തിയാക്കുകയാണ് ഉണ്ടായത്.
ഈ ബണ്ട് റോഡ് വെച്ചൂർ മുതൽ തെക്ക് തണ്ണീർമുക്കം വരെ വേമ്പനാട്ട് കായലിന് കുറുകെയാണ് പണിതിരിക്കുന്നത്. ഡിസംബർ മാസത്തിൽ ഷട്ടറുകൾ താഴ്ത്തുകയും മെയ് മാസത്തിൽ ഉയർത്തുകയുമാണ് ചെയ്യുക. നിങ്ങൾക്കറിയാലോ, കുട്ടനാട് കേരളത്തിലെ നെല്ലറ എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലമാണ്. പഴയകാലത്ത് ഇരിപ്പു, അതായത് വർഷത്തിൽ 2 പ്രാവശ്യം കൃഷി ഇറക്കി 2 പ്രാവശ്യം വിളവ് എടുക്കുന്ന സമ്പ്രദായമാണ് നിലനിന്നിരുന്നത്. വേമ്പനാട്ട് കായലിന് സമീപമുള്ള വലിയ കൃഷി സ്ഥലങ്ങൾ പലതും കായൽ നികത്തി ഉണ്ടാക്കിയവയാണ്. മുൻപ് മഴക്കാലത്ത് മലകളിൽ നിന്ന് വരുന്ന വെള്ളം മാത്രമേ കൃഷിക്ക് അനുയോജ്യമായിരുന്നുള്ളൂ. വേനൽക്കാലത്ത് കുട്ടനാട്ടിൽ കടൽ വെള്ളം കയറി കൃഷിക്ക് അനുയോജ്യമല്ലാത്ത വെള്ളം കുട്ടനാട്ടിൽ നിറച്ചിരുന്നു. അതായത് കായൽ ജലവും കടലിലെ ഉപ്പ് ജലവും ചേർന്ന് ഈ വെള്ളത്തെ ഓരുവെള്ളം എന്നാണ് പറയുന്നത്. മുൻപ് കടലിൽ നിന്നും വേമ്പനാട്ട് കായൽ വഴി കുട്ടനാട്ടിലേക്ക് ഓരുവെള്ളം കയറി നെൽകൃഷിയും മറ്റും നശിക്കുമായിരുന്നു. കേരളത്തിലെ 2 മഴക്കാലങ്ങളോടനുബന്ധിച്ച് വർഷത്തിൽ 2 കൃഷി മാത്രമേ അക്കാലത്ത് സാധ്യമായിരുന്നുള്ളൂ. 1968 ഭാരത സർക്കാർ നദിയിൽ ഒരു തടയണ കെട്ടാമെന്ന് ശുപാർശ ചെയ്തു. അതുകൊണ്ട് വേനൽക്കാലത്ത് കടൽ വെള്ളം നദിയിലേക്ക് പ്രവേശിക്കുന്നത് തടയാൻ കഴിയും. അങ്ങനെ കർഷകർക്ക് വർഷത്തിൽ 3 കൃഷി ഇറക്കുവാനും കഴിയും. പദ്ധതി 3 ഘട്ടങ്ങളിലായി തീർക്കുവാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. തെക്ക് ഭാഗം, വടക്ക് ഭാഗം, ഇത് രണ്ടിനെയും കൂട്ടി യോജിപ്പിക്കുന്ന 3ാമത്തെ ഭാഗം. എന്നാൽ പദ്ധതി പല കാരണങ്ങൾ കൊണ്ടും താമസിച്ചു. തെക്കും വടക്കും ഭാഗങ്ങൾ നിർമ്മിച്ച് തീർന്നപ്പോൾ തന്നെ പദ്ധതിക്കായി അനുവദിച്ച മുഴുവൻ തുകയും തീർന്നു. 3ാം ഘട്ടം അനിശ്ചിതത്വത്തിലായി. ഈ പദ്ധതി കൊണ്ട് ഒരുപാട് സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന കർഷകർ 1972 ഒരു രാത്രി കൊണ്ട് തെക്കും വടക്കും ഭാഗങ്ങൾക്ക് ഇടയിലുള്ള ഭാഗം ചെളി കൊണ്ട് നിർമ്മിച്ചു. ഇന്നും ഈ 2 ഭാഗങ്ങൾക്കിടയിൽ കർഷകർ നിർമ്മിച്ച ഭാഗം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഏകദേശം 50 കിലോമീറ്റർ പിന്നിട്ട് കോട്ടയം ചെറിയ പള്ളിയുടെ മുന്നിലെത്തി കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഓൾ കേരള ട്രിപ്പിൽ ഏറ്റവും വലിയ സ്വീകാര്യത നൽകിയ ഒരു സ്ഥലമായിരുന്നു കോട്ടയം ചെറിയ പള്ളി എന്ന് പറയുന്നത്. അവിടെ ചെന്ന് സംസാരിച്ചപ്പോൾ തന്നെ അവിടെ ഉള്ള കമ്മിറ്റി അംഗങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ അച്ഛനും എല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള, വളരെ താല്പര്യത്തോടു കൂടിയുള്ള പെരുമാറ്റമാണ് ഞങ്ങളോടുണ്ടായത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ കാര്യങ്ങൾ അവിടുത്തെ അച്ഛൻ തന്നെ നമുക്ക് വിശദീകരിച്ച് പറഞ്ഞു തരികയാണ് ഉണ്ടായത്. ഇത് കോട്ടയം ചെറിയ പള്ളി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കീഴിലുള്ള കോട്ടയത്തെ ആദ്യത്തെ ദേവാലയമാണിത്. ഈ ദേവാലയം പണി പൂർത്തിയാക്കിയിട്ട് 445 വർഷമാണ് ഇപ്പോൾ. കോട്ടയത്തെ പ്രമുഖമായ ഈ ദേവാലയം അതിൻ്റെ പഴമ കൊണ്ടും പൗരാണികത കൊണ്ടും ഏറെ ശ്രദ്ധേയമാണ്. ഏറ്റവും വലിയ പ്രത്യേകത ഈ പള്ളിയുടെ അൾത്താരയിൽ, അതായത് വിശുദ്ധ മദ്ബഹായിൽ വരച്ചിട്ടുള്ളതായ ചുവർ ചിത്രങ്ങളാണ്. പഴയ രീതിയിൽ പച്ചിലച്ചാറ് കൊണ്ടും പഴച്ചാറ് കൊണ്ടും ആണ് ആ പെയിൻറ്റിങ് നടത്തിയിട്ടുള്ളത്. അത് ടൂറിസ്റ്റുകളെ ഏറെ ആകർഷിക്കുന്ന സവിശേഷമായിട്ടുള്ള ചിത്രരചനയാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ നിർമ്മിതിയിൽ തടി കൊണ്ടും കല്ലുകൊണ്ടുമുള്ളതായ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധേയമാണ്. തിരുനക്കര ക്ഷേത്രത്തിൻ്റെയും തള്ളീക്കോട്ട ക്ഷേത്രത്തിൻ്റെയും മാതൃകയിലുള്ള ചുറ്റുമതിലാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ആ ചുറ്റുമതിലിനോട് ചേർന്ന് തന്നെ ചുറ്റുവിളക്ക് കത്തിക്കുന്നതിനുള്ള ക്രമീകരണം ഇത് ക്രൈസ്തവ ദേവാലയങ്ങളിൽ അധികം ഇല്ലാത്തതാണ്. പഴയ കാലത്തെ ആധ്യാത്മികത പള്ളിയായാലും ക്ഷേത്രമായാലും അതെല്ലാം ഒരേ രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരുന്നത്. ആത്മീയതയ്ക്ക് ഒരേ മാനമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് ഇവിടെ ശ്രദ്ധേയമാണ്. ക്രിസ്തീയ ദേവാലയത്തിൻ്റെ രീതിയിൽ നിർമ്മിതി നടത്തുമ്പോഴും ഈ പ്രദേശത്തിൻ്റെ ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങളോടും കൂടെ ചേർത്ത് ക്രൈസ്തവ വിശ്വാസത്തെയും ആചാരാനുഷ്ഠാനങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന് അന്നത്തെ ആളുകൾ ശ്രദ്ധിച്ചിരുന്നു. അവരുടെ മത സമീപനത്തിൻ്റെ വിശാലതയാണ് ഇവിടെ പ്രകടമാകുന്നത്. അന്നത്തെ സാമുദായിക സൗഹൃദങ്ങളും പരസ്പരമുള്ളതായ മതബന്ധങ്ങളും എത്ര ഊഷ്മളമായിരുന്നു എന്ന് വിളിച്ചറിയിക്കുന്നതാണ് കോട്ടയം ചെറിയ പള്ളിയുടെ നിർമ്മിതി.
അതിനകത്തുള്ള ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇത് സെയിൻറ്റ് മേരി മദർ മേരി ഉപയോഗിച്ച ഒരു ക്ലോത്തിൻ്റെ ഒരു ചെറിയ പീസ് ഞങ്ങൾക്ക് അന്ത്യോക്യായും ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയതാണ്. ഒറ്റക്കല്ല ഇത് ഫുള്ളല്ലേ? അതെ അതെ ഇവിടെ വെച്ചാൽ പിന്നെ ഈ ബാൽക്കണി ഇതെല്ലാം അന്നത്തെ കാലത്ത് പണ്ടത്തെ ഈ നേരെ കാണുന്നത് വഴി അവിടെ നോക്കാം. അതും ഈ 1100 വർഷമുള്ള താഴ്ചങ്ങാടിയിലെ മുസ്ലിം പള്ളിയുടെ ആ വർക്കും ഒത്തിരി സിമിലാരിറ്റീസ് ഉണ്ട്. അപ്പം അന്നത്തെ കാലത്തുള്ള ആശാരിമാരും ഇവരുമൊക്കെ ശരിക്കും പറഞ്ഞാൽ അന്നൊരു കോമൺ ആയിട്ട് അതില്ല. അമ്പലത്തിൻ്റെ മതിലും ഈ പള്ളിയുടെ മതിലും ഒക്കെ ഓൾമോസ്റ്റ് സെയിമാണ്. ഈ മദ്ബഹായിലെ ഇത് മുഴുവനും ലീവ്സും ഫ്രൂട്ട് ജ്യൂസും ആണ് അത്, അല്ലാതെ ഇനാമൽ പെയിന്റ് അല്ലാതെ. അന്നത്തെ കാലത്ത് ചെയ്തിരുന്ന ഇവിടുത്തെ മ്യൂറൽ പെയിന്റിംഗ് ആണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഈ പള്ളിയിൽ. നമ്മൾ രാവിലെ യാത്ര തിരിച്ചു. ഇപ്പോൾ ചെറിയ പള്ളി എന്ന് പറഞ്ഞിട്ടുള്ള പള്ളിയുടെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ രാവിലെ വന്ന് ഫസ്റ്റ് ഇറങ്ങിയത് ഇവിടെയാണ്. അപ്പോൾ ഒരുപാട് ചരിത്ര സംഭവങ്ങളൊക്കെ നടന്നിട്ടുള്ള പള്ളിയാണ്. അതിനുള്ള വിശദമായിട്ടുള്ള വിശദീകരണം നമുക്ക് തന്നത് മോഹൻ അച്ഛൻ, ഇവിടുത്തെ ബഹുമാനപ്പെട്ട മോഹൻ അച്ഛനാണ്. വളരെ സന്തോഷം നമുക്ക് നമ്മുടെ ഈ യാത്രയ്ക്ക് ഇങ്ങനെ ഒരു സപ്പോർട്ട് തന്നതിന്. അവിടെ ഉണ്ടായിരുന്ന ചേട്ടന്മാരും അതുപോലെ തന്നെ വളരെ സപ്പോർട്ടായിട്ട് നമുക്ക് സംസാരിച്ചു. വളരെ സന്തോഷം. അപ്പോൾ അതിനടുത്താണ് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. അപ്പോൾ ഇതിന് മെയിനായിട്ട് പള്ളിയെക്കുറിച്ച് പറഞ്ഞത് ഇതിനകത്തുള്ള ചുവർ ചിത്രങ്ങൾ വരച്ചിട്ടുള്ള ഇലയുടെ ചാറ്, പഴച്ചാറൊക്കെ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ കണ്ടാൽ തന്നെ അറിയാം ഇതൊരു ക്ഷേത്രത്തിൻ്റെ മാതൃകയിലാണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ചുറ്റുമതിൽ കണ്ടാൽ തന്നെ അറിയാം അതും അതുപോലെ തന്നെയാണ്. അകത്ത് വിളക്ക് വയ്ക്കാനുള്ള സ്പേസും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരുപാട് പ്രത്യേകത നിറഞ്ഞ ഒരു പള്ളിയായിട്ട് നമുക്കിത് തോന്നും. അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ടാണ് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് സ്പേസ് കിട്ടിയത്. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നിന്ന് അടുത്ത ഒരു സ്ഥലത്തേക്ക് പോകാൻ പോവുകയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് ഒരു മുസ്ലിം പള്ളി, ഇതുപോലെ തന്നെ ഒരു മുസ്ലിം പള്ളിയുണ്ട്. അവിടെ ഇറങ്ങിയിട്ട് അവിടുത്തെ സാഹചര്യം നോക്കിയിട്ട് അതും കൂടെ നിങ്ങളെ കാണിക്കാൻ പറ്റുകയാണെങ്കിൽ, അതും ഇതുപോലെ തന്നെ ഒരു ക്ഷേത്ര മോഡലാണ് ചെയ്തേക്കുന്നത്, അത് കാണിക്കാൻ പറ്റുകയാണെങ്കിൽ അവിടെ ഇറങ്ങുക. അല്ലെങ്കിൽ ഇനി നേരെ അടുത്ത കുറവിലങ്ങാട് സൈഡ് അവിടെ ഒരു നല്ലൊരു കാഴ്ചയുണ്ട്, അങ്ങോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇനി തിരിക്കാൻ പോവുകയാണ്. ആ പള്ളിയിലെ അച്ഛൻ്റെയും ഇടവക ജനങ്ങളുടെ സ്നേഹാദരവൊക്കെ ഏറ്റുവാങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. ഈ കാണുന്നത് ചെറിയ പള്ളിയുടെ അടുത്ത് തന്നെയുള്ള വലിയ പള്ളിയാണ്. നമ്മൾ ഇനി പോകാൻ പോകുന്ന അവിടെ തൊട്ടടുത്തുള്ള ഒരു മുസ്ലിം പള്ളിയിലേക്കാണ്. താഴത്തങ്ങാടി ജമാ മസ്ജിദ് മുസ്ലിം പള്ളിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ നിന്ന് അടുത്താണ്, തൊട്ടടുത്താണ്. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ. അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. ഇവിടുത്തെ പോലെ തന്നെ വെറൈറ്റിയാണ് ആ പള്ളിയുടെ നിർമ്മിതിയും. പഴയ പള്ളിയാണ്, ഒരുപാട് കാര്യങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കാനുണ്ട്. തൊട്ടടുത്തായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് പോകാം. മഴയുടെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, എന്നാലും നമ്മൾ സേഫായിട്ട് യാത്ര ചെയ്യാണ്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം യാത്ര ചെയ്ത് പള്ളിയുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അകത്തോട്ട് കയറാം. പള്ളിക്ക് അടുത്തെത്തി. ഇപ്പോൾ ഇതൊക്കെ നമ്മൾ ആരാധനാലയങ്ങളാണ്. നമ്മളിപ്പോൾ ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ പോയി ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി കാണുന്നത് പോലെയോ അല്ലെങ്കിൽ വീഡിയോ പകർത്തുന്നത് പോലെയോ അല്ല ഇതുപോലുള്ള ആരാധനാലയങ്ങൾ. അപ്പോൾ എനിക്കും അതിലൊരു ചെറിയൊരു പേടിയുണ്ട് ഉള്ളിൽ. കാരണം ആരാധനാലയങ്ങൾക്ക് കൊടുക്കാനുള്ള ബഹുമാനം നമ്മൾ കൊടുക്കണം. ചിലപ്പോൾ അവിടെ ആരാധന നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഭക്തജനങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ അധികാരികളുണ്ടാവും, അതിന് വേണ്ടപ്പെട്ട ആൾക്കാരുണ്ടാവും. പെട്ടെന്ന് പോയി നമുക്ക് വീഡിയോ എടുക്കുക എന്നുള്ളത് സാധ്യമല്ല. ചിലപ്പോൾ നമ്മൾ എടുക്കുന്നത് അവർക്ക് ഇഷ്ടമാകുകയില്ല. എന്തായാലും ഞാനിങ്ങനെ പോകുന്ന സ്ഥലങ്ങളിൽ അതിനുമായിട്ട് വേണ്ടപ്പെട്ട ആൾക്കാരുടെ അടുത്ത് നമ്മൾ ചോദിക്കാറുണ്ട്. മാക്സിമം ചോദിച്ചിട്ട് മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ. അതുപോലെ തന്നെ പള്ളിയുടെ അടുത്തെത്തിയപ്പോൾ അടുത്തുള്ള കടക്കാരോട്, അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്, അവരോട് ചോദിച്ചു, കയറി കണ്ടോട്ടെ എന്ന് ചോദിച്ചു, വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു.
വളരെ സന്തോഷമായിട്ട് അവർ ചോദിച്ചു എവിടെ നിന്നാണ് വരുന്നത്, എങ്ങോട്ടാണ് പോകുന്നത്, എല്ലാ കാര്യങ്ങളും അവർ ചോദിച്ചു. വളരെ സന്തോഷമായിട്ടും അവർ പറഞ്ഞു എടുത്തോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു ധൈര്യത്തിലാണ് നമ്മൾ ഈ മഴയത്ത് മുസ്ലിം പള്ളിയിലേക്ക് കയറി അവിടെ എടുത്തത്. കോട്ടയം ജില്ലയിലെ താഴത്തങ്ങാടിയിൽ മീനച്ചലാറിൻ്റെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന മുസ്ലിം പള്ളിയാണ് താഴത്തങ്ങാടി ജുമാ മസ്ജിദ്. കേരളത്തിൽ ഇസ്ലാം മതം പ്രചരിപ്പിക്കാനെത്തിയ മാലിക് ദിനാറിന്റെ മകൻ ഹബീബ് ദിനാർ നിർമ്മിച്ചതെന്ന് കരുതുന്ന പള്ളിക്ക് 1000-ലധികം കൊല്ലം പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് കേട്ടോ. പള്ളിയുടെ നിർമ്മാണത്തിലിരിക്കെ പ്രധാന ആശാരി മേൽക്കൂട്ട് കയറ്റി ഉറപ്പിച്ചതിന് ശേഷം ബോധരഹിതനായി നിലംപതിച്ചു മരണപ്പെട്ടെന്നും അദ്ദേഹത്തെ ഈ പള്ളിയിൽ കബറടക്കിയെന്നും ആണ് ഐതിഹ്യം. അപ്പോൾ ഇത് താഴത്തങ്ങാടി ജുമാ മസ്ജിദാണ്. നമ്മൾ അവിടെ പോയപ്പോഴും പറഞ്ഞിരുന്നു ഇത് മുസ്ലിം പള്ളിയാണ്. അതിൻ്റെ നിർമ്മിതിയിൽ തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. പള്ളിയിലും ഏകദേശം ഇതേ ഒരു ടൈപ്പ് നിർമ്മിതിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊരു വലിയൊരു പ്രത്യേകതയായിട്ട് തോന്നി കേട്ടോ ഈ സ്ഥലത്ത്. താഴത്തങ്ങാടി ജുമാ മസ്ജിദിൽ നിന്ന് നമ്മൾ തിരിക്കാൻ പോവുകയാണ്. ഇപ്പോൾ നല്ല മഴയുണ്ട്. മഴ ഇതുപോലെ വരും പോവും. നമ്മളിപ്പോൾ പോകാൻ പോണത് ഇനി കുറവിലങ്ങാട് ഒരു ചർച്ചുണ്ട്, അവിടെ കുറച്ച് കാര്യങ്ങൾ കാണാനുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നിന്ന് 23 കിലോമീറ്റർ ഉണ്ട് അവിടെ പോകാൻ വേണ്ടിയിട്ട്. അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ നോക്കാം. നമ്മളിപ്പോൾ കണ്ടത് താഴത്തങ്ങാടി ജുമാ മസ്ജിദിൻ്റെ കാഴ്ചകളാണ് കണ്ടത്. നല്ല മഴയുണ്ട്. നമ്മുടെ യാത്രയിൽ ആദ്യം മുതലേ കൂടെ കൂടിയ ഒരാളും കൂടെയാണ് മഴ. കുറച്ച് സമയം തോരുമെങ്കിലും അടുത്ത സമയം അതിൻ്റെ ഇരട്ടിക്ക് പെയ്യും. എന്തായിരുന്നാലും നമ്മുടെ യാത്രയ്ക്ക് ഇതുവരെയും ഒരു ബുദ്ധിമുട്ട് മഴ കാരണം വന്നിട്ടില്ല. ഒരുപാട് ആൾക്കാർ നാട്ടിൽ നിന്നൊക്കെ വിളിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ അറിഞ്ഞിട്ട്. എന്തായിരുന്നാലും അതീവ ശ്രദ്ധയോടുകൂടിയാണ് നമ്മൾ മുന്നോട്ട് ഓരോ സ്റ്റെപ്പും വയ്ക്കുന്നത്. അങ്ങനെ അപായം ഉള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോവാറില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം സ്കിപ്പ് ചെയ്ത് വളരെ ശ്രദ്ധയോടുകൂടി, കാരണം ഇതൊരു ഫാമിലി ട്രിപ്പും കൂടെയാണ്. എൻ്റെ ഫാമിലി, പപ്പ, അമ്മ, കൊച്ച്, വൈഫ്, നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു യാത്ര പോകുന്നത്. അപ്പോൾ നമ്മുടെ യാത്രയുടെ പ്രത്യേകത നമ്മൾ തന്നെ ഫുഡൊക്കെ വെച്ച് നമ്മളൊരു കാറിൽ, എർട്ടിക കാറിൽ ഒരു 15-20 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര. അങ്ങനെ കേരളത്തിലെ 14 ജില്ലകളും ടച്ച് ചെയ്ത് പോകണമെന്നുള്ളൊരാഗ്രഹം. എന്തായാലും പോകുമ്പോൾ അമ്മയും പപ്പയും അതുപോലെ തന്നെ വൈഫിനെയും കുഞ്ഞിനും കൂടെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ളൊരാഗ്രഹം. അങ്ങനെയാണ് നമ്മൾ ഇത്രയും പേര്, ഒരു 5 പേര് ചേർന്നിട്ടുള്ള ഈ ഒരു യാത്ര. വളരെ സന്തോഷവും ശ്രമകരവുമായിട്ടുള്ള യാത്ര. അത് പോകുന്നവർക്കേ അറിയാവുള്ളൂ. ഓരോ സാഹചര്യങ്ങൾ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, ഇതൊക്കെ ചിലപ്പോൾ വർഷങ്ങൾ കഴിയുമ്പോൾ ജീവിതത്തിൽ തന്നെ മറക്കാൻ പറ്റാത്ത ഒരു യാത്രയായി മാറും. അതെനിക്ക് ഉറപ്പുണ്ട് കേട്ടോ. അത്രയ്ക്ക് മനോഹരമായിരുന്നു ഈ ദിവസങ്ങൾ. നമ്മൾ നിന്ന ആ സ്ഥലത്ത് നിന്ന് നമുക്ക് ഇനി പോകാനുള്ളത് കുറവിലങ്ങാട്ടൊക്കെയാണ്. കുറവിലങ്ങാട് ഒരു വലിയൊരു ചർച്ചുണ്ട്. അവിടത്തേക്ക് നമുക്കുള്ളത് ഏകദേശം 23 കിലോമീറ്ററുകളാണ്. അപ്പോൾ കുറവിലങ്ങാട് ചർച്ചിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം കേട്ടോ. അങ്ങോട്ട് എത്തട്ടെ. ഈ ഓൾ കേരള ട്രിപ്പിൽ നമ്മൾ ഒരു കാരണവശാലും ഒരു സ്ഥലത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തിനോ പരിഗണന കൊടുത്തിട്ട് പോയൊരു യാത്രയല്ല. സത്യം പറഞ്ഞാൽ തിരുവനന്തപുരം ഉള്ള സ്ഥലങ്ങൾ മാത്രമേ നമുക്ക് അറിയാവുന്ന സ്ഥലങ്ങളുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ജില്ലയിലെ ഏതെങ്കിലും സ്ഥലങ്ങൾ മാത്രം, പ്രാധാന്യമുള്ള ഏതെങ്കിലും ഒരു സ്ഥലം മാത്രമേ നമുക്ക് അറിയാവുന്നത് ഉണ്ടായിരുന്നുള്ളൂ. ചെറിയ ഐഡിയകൾ കുറച്ച് ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു, ബാക്കിയുള്ള എല്ലാം നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് പോയ സ്ഥലങ്ങളാണ്. ഈ കണ്ടുപിടിച്ച് പോകുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, അത് വല്ലാത്തൊരു ഒരു പ്രത്യേകതയാണ്. കാരണം നമുക്ക് അറിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ കണ്ടിട്ടുള്ള സ്ഥലങ്ങൾ പോകുന്നതിനേക്കാളും ഈ കണ്ടുപിടിച്ച് ചോദിച്ച് അറിഞ്ഞ് പോകുന്ന സ്ഥലങ്ങൾ വളരെ പ്രത്യേകത നിറഞ്ഞതാണ്. ഇപ്പോൾ നമ്മൾ കുറവിലങ്ങാട് പള്ളിയുടെ അടുത്താണ് എത്തിയിട്ടുള്ളത്. ഇവിടെ എനിക്കറിയാം, ഞാൻ വന്നിട്ടുണ്ട്, വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഈ പള്ളിയുടെ സമീപത്തായിട്ട് ഒരുപാട് കാര്യങ്ങൾ കണ്ടും കേട്ടുമൊക്കെ മനസ്സിലാക്കാനുണ്ട്. എന്തായാലും അതൊക്കെ അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. നിങ്ങളുടെ അകമഴിഞ്ഞ സപ്പോർട്ട് കൂടെ ഉണ്ടായിരിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. പറ്റുവാണെങ്കിൽ വീഡിയോ ഒക്കെ ഒന്ന് സ്റ്റാറ്റസ് ഇട്ട് സപ്പോർട്ട് ചെയ്യുക. ഈ ചാനൽ ഒത്തിരി വളരേണ്ടതുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.